ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാധാരണ സ്റ്റൂൾ അല്ല, അതുപോലെ ഒരു സാധാരണ ചിരവയുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരാശാരി തന്റെ കരവിരുത് കൊണ്ട് നിർമ്മിച്ച ഒരു അത്ഭുത സൃഷ്ടിയാണിത്. ഇന്നത്തെ കാലത്ത് നമുക്ക് പലതരം മോഡേൺ ഫർണിച്ചറുകളും പുതിയ ഡിസൈനുകളും കാണാൻ സാധിക്കും. പക്ഷേ പഴയ കാലത്ത് ആളുകൾ നിർമ്മിച്ച ചില വസ്തുക്കൾ കാണുമ്പോൾ ഇന്നും നമ്മൾ അത്ഭുതപ്പെടും. അത്തരത്തിലുള്ള ഒരു സൃഷ്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഈ മനോഹരമായ സ്റ്റൂളിനകത്ത് ചിരവയും കൂടി നിർമ്മിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പനാശാരിയാണ്. അന്നത്തെ കാലത്ത് യാതൊരു ആധുനിക മെഷീനുകളുടെയും സഹായമില്ലാതെ തന്റെ അനുഭവവും കഴിവും മാത്രം ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ച ഒരു കരകൗശല വിസ്മയം. അത് നമ്മൾ വണ്ടികൾ കടിക്കുന്ന രീതിയിലാണ് പെയിന്റ് ചെയ്യുന്നത്. ആദ്യ കാഴ്ചയിൽ ഇതൊരു സാധാരണ തടി കൊണ്ടുള്ള സ്റ്റൂൾ പോലെ തോന്നും. വീട്ടിലിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്റ്റൂൾ എന്ന് മാത്രമേ പലർക്കും തോന്നുകയുള്ളൂ. പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രത്യേകത അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. സ്റ്റൂളിന്റെ മുകളിലെ ഭാഗം ഒരു അടപ്പ് പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഉയർത്തുമ്പോൾ അതിനുള്ളിൽ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചിരവ കാണാൻ സാധിക്കും. ആവശ്യമുള്ളപ്പോൾ ഈ അടപ്പ് തുറന്ന് ചിരവ പുറത്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗം കഴിഞ്ഞാൽ വീണ്ടും അതേ സ്ഥാനത്ത് വെച്ചാൽ മതി. പിന്നീട് മുകളിലെ അടപ്പടച്ചാൽ വീണ്ടും അതൊരു സാധാരണ സ്റ്റൂളായി മാറും. ഈ വസ്തുവിൽ രണ്ട് ഉപയോഗങ്ങളാണ്. സ്ഥലം ലാഭിക്കാം, സാധനം നഷ്ടപ്പെടില്ല, കാണാൻ മനോഹരം. ഇതൊക്കെയാണ് പഴയ കാലത്തെ കരകൗശല വിദഗ്ധരുടെ ബുദ്ധി. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള മൾട്ടി പർപ്പസ് ഫർണിച്ചറുകൾ വലിയ വില കൊടുത്താണ് ആളുകൾ വാങ്ങുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ആശാരിമാർ ഇത്തരം ആശയങ്ങൾ പ്രായോഗികമായി നടപ്പാക്കിയിരുന്നു. അതാണ് ഈ സ്റ്റൂൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ഇപ്പോഴും ഉപയോഗയോഗ്യമാണ്. തടിയുടെ ഗുണനിലവാരവും നിർമ്മാണത്തിലെ കൃത്യതയും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അയ്യപ്പനാശാരി ഈ ജോലി ചെയ്തപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുക മാത്രമായിരുന്നില്ല, അത് ഉപയോഗിക്കുന്ന ആളുകളുടെ സൗകര്യവും അദ്ദേഹം ചിന്തിച്ചിരുന്നു. അതിനാലാണ് ഒരു സ്റ്റൂളും ചിരവയും ഒരുമിച്ച് ചേർത്ത് ഇത്തരം ഒരു ഡിസൈൻ അദ്ദേഹം ഒരുക്കിയത്. ഇന്ന് ഇത്തരത്തിലുള്ള കരകൗശല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പഴയ തലമുറയുടെ കഴിവിനോട് വലിയ ബഹുമാനം തോന്നുന്നു. കാരണം അവർ നിർമ്മിച്ച ഓരോ വസ്തുവിനും ഒരു കഥയുണ്ട്, ഓരോ ജോലിയിലും ഒരു ആത്മാർത്ഥതയുണ്ട്, ഓരോ രൂപകൽപ്പനയിലും ഒരു ചിന്തയുണ്ട്. ഈ സ്റ്റൂളും ചിരവയും ചേർന്ന് അതിനൊരു മികച്ച ഉദാഹരണമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുപോലെയുള്ള പഴയകാല കൗതുക വസ്തുക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കൂ. ഇതുപോലെയുള്ള നിർമ്മിതികൾ ഇപ്പോൾ വിപണിയിൽ ഒരുപാട് ലഭ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.